ആഗോള മുസ്ലിം ഉമ്മത്ത് ഒരിക്കൽ കൂടി ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. അള്ളാഹുവിലുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിന് വിശ്വാസികളെ ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്യുന്ന ബലിപെരുന്നാൾ നമുക്ക് എന്നും എപ്പോഴും വലിയ ഊർജം നൽകുന്ന വിസ്മയമാണ്. മഹാസമർപ്പണത്തിന്റെ മഴവിൽ വർണ്ണങ്ങൾ ഭൂമിയിൽ വാരിവിതറി കഠിന ത്യാഗത്തിന്റെ ആൾരൂപമായി മാറിയ ഹസ്രത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെയും പത്നിയായ ഹജറ ബീവി റളിയല്ലാഹു തആല അൻഹയുടെയും സ്മരണകൾ നിറഞ്ഞു തുളുമ്പുന്ന ബലിപെരുന്നാൾ ചരിത്രത്തിന്റെ ഇന്നലെകളിൽ അഥവാ ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിതം ഇതിഹാസമാക്കി മാറ്റിയ ഒരു പ്രവാചകൻ, ആ പ്രവാചകന്റെ സമ്പൂർണമായ സമർപ്പണത്തിന്റെ മഹനീയമായ മാതൃകയാണ് ബലിപെരുന്നാൾ. ഒറ്റയ്ക്കാണെങ്കിലും പൊരുതി ജയിക്കാമെന്ന സന്ദേശം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ബലിയും ബലിപെരുന്നാളും നമ്മളിലേക്ക് സമാഗതമാവുകയാണ്. ഏവർക്കും ആത്മധൈര്യത്തിന്റെയും ആത്മാർപ്പണത്തിന്റെയും ആത്മോത്കർഷത്തിന്റെയും വലിയൊരു പ്രചോദനമാണ് ഈ ഒരു ബലിപെരുന്നാൾ കൈമാറുന്നത്. ഒറ്റയ്ക്ക് നിന്ന് പ്രപഞ്ചത്തിന്റെ മുഴുവൻ ശക്തികളോടും പോരടിക്കാൻ ഒറ്റക്കാര്യം കൂടെ മതിയെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഹസ്രത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അത് മറ്റൊന്നുമല്ല, പ്രപഞ്ചനാഥൻ റബ്ബിന് വേണ്ടി ജീവിക്കുക, അവന് വേണ്ടി മരിക്കുക, അവന് വേണ്ടി സർവ്വതും സമർപ്പിക്കുക. ഈമാനുണ്ടെങ്കിൽ തല്ലുകൾ തലോടലുകളുമായും പരിഹാസങ്ങൾ പ്രശംസകളായി മാറും, പീഡനങ്ങൾ പ്രചോദനങ്ങളായി മാറും. ഒപ്പം മരണം ജീവിക്കുന്ന ജ്വലിക്കുന്ന ജീവനായി മാറും. ഇക്കാര്യം ഓരോ വർഷവും ഓർമ്മിപ്പിക്കുന്നതാണ് ഓരോ ബലിപെരുന്നാളും. ദുർബലരാണ്, ഞാനാണ് വലിയവനെന്ന് കരുതിയ പല ധിക്കാരികളും രാജാക്കന്മാരും ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ ഫിർഔനും ഖാറൂനും നമ്രൂദുമൊക്കെയുണ്ട്. അവരെല്ലാം അല്ലാഹു വെള്ളത്തിൽ മുക്കിയും ഭൂമിയിൽ ആഴ്ത്തിയും നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. പ്രൗഢിയും പ്രതാപവും എല്ലാം മേളിച്ച ആ രാജാക്കന്മാരെ പോലും അഹങ്കരിച്ചപ്പോൾ അല്ലാഹു വെറുതെ വിട്ടില്ല എങ്കിൽ ഒന്നുമല്ലാത്ത നാം അഹങ്കരിച്ചാൽ എന്താകും? നാഥന്റെ അതികഠിനമായ പരീക്ഷണങ്ങളെ അചഞ്ചലമായ ഈമാനിക വിശ്വാസദാർഢ്യം കൊണ്ട് അതിജീവിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെയും തന്റെ കുടുംബത്തിന്റെയും ത്യാഗസമ്പൂർണമായ ജീവിതത്തിന്റെ ആ ഒരു തെളിമ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ കഴിയട്ടെ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ.